ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് ഒരു ഹോൾ വീഡിയോ ആണ്. സംഭവം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ തന്നെ ഒരെണ്ണം ചെയ്യുമെന്ന്. അസ്ഥിതിക്ക് കൊമേഴ്സ്യൽ സ്ട്രീറ്റിൽ പോയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഞാൻ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഹോൾ ചെയ്യാൻ പോകുന്നത് ഗൈസ്. വെൽക്കം ടു ദ ഹോൾ വീഡിയോ. ആദ്യം തന്നെ ഞാൻ സാധാരണ പൊതുവെ എൻ്റെ സൈസിൽ എനിക്ക് ജീൻസ് കിട്ടാറില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം തപ്പിത്തരഞ്ഞ് നടന്ന് കിട്ടിയതാണ് ഈ കാർഗോ പാൻസ്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് കാണായിരിക്കും. ഞാനിത് എല്ലാം ഇട്ടിട്ട് ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ഞാൻ കാണിക്കും എന്തായാലും, ഫോട്ടോ വീഡിയോ ഒക്കെ ഇട്ട്. അപ്പോൾ ഈ പാൻറ് കറക്റ്റ് എൻ്റെ സൈസിന് കിട്ടി, എനിക്ക് സന്തോഷമായി. പിന്നെ അതേപോലെ കിട്ടിയതാണ് ഈ പാൻറ്. ഈ പാൻറ് കറക്റ്റിൻ്റെ സൈസാണ്. സംഭവം നല്ല ഫ്ലെയർ ഒക്കെ ഇട്ടായിട്ട് കൊള്ളാം. എനിക്ക് കറക്റ്റ് ഫിറ്റിങ്. എനിക്ക് പൊതുവേ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് അങ്ങനെ കിട്ടാറില്ല. അപ്പം എനിക്ക് അങ്ങനെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ മറ്റേ പാൻറ്റിനും എല്ലാത്തിനും കൂടി ഇടാൻ പറ്റിയ പോലെ കുറേ നേരം ടോപ്പൊക്കെ തപ്പി നടന്ന് കുറച്ചിങ്ങനെ കുട്ടിയായിട്ടുള്ള വേണമല്ലോ. പിന്നെ എൻ്റെ കയ്യിലുള്ള പകുതി മുക്കാലും അങ്ങനത്തെയാണ്. എന്നാലും കുറച്ചും കൂടെ നല്ലതാണെന്നൊക്കെ കിട്ടിയതാണ് ഇത്. ഇത് കണ്ടിട്ട് ഞാൻ ചോദിക്കുമ്പോൾ ഇതെനിക്ക് പാകമാണോ എന്ന് ചോദിക്കും. പക്ഷെ ഇതെനിക്ക് പാകമാണ് ഗൈസ്. ഇതെൻ്റെ സൈസാണ്. അല്ല, കുറച്ച് ടൈറ്റാണ് എനിക്ക്, എന്നാലും കുഴപ്പമില്ല. ഇടുമ്പോൾ കൊള്ളാം, ഭംഗിയുണ്ട്. ഞാൻ വീഡിയോ ഒക്കെ കാണിക്കും ഇതിലേക്ക്. പിന്നെ ഉള്ളത് ഈ നെറ്റിൻ്റെ ടോപ്പാണ്. ഇത് സീത്രൂ ആണ്, പൊതുവെ സ്വാഭാവികം നെറ്റിൻ്റെ ആണല്ലോ. ഇതിന് തന്നെ സെയിം സാധനം ബ്ലാക്ക് ചേച്ചി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ സീത്രൂ ആയ സ്ഥിതിക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇന്നറും കൂടി ഇട്ടിട്ടാണ് ഇടുന്നത്. അപ്പോൾ മേലെ ഇതാണ് പ്രത്യേകിച്ച്. അങ്ങനെ അതും മേടിച്ചു. പിന്നെ മേടിച്ചതാണ് ഒരു ബ്ലാക്ക് കുർത്തി. ഞാൻ കുർത്തി ഇടാറില്ല. ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ സ്വന്തമായിട്ടുള്ള രണ്ടാമത്തെ കുർത്ത. രണ്ടാമത്തെയാണിത്. അപ്പോൾ അടിക്കാനുണ്ട്, സ്റ്റിച്ചിൻ്റെ കുറച്ച് കാര്യമൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സംഭവം നല്ലതാണ് ഗൈസ്. ഇതാണ് കുർത്തി. ഞാൻ ഇട്ട് വീഡിയോ കാണിക്കും. പിന്നെ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന കാരണം കൊണ്ട് എനിക്ക് എന്താണ് ആ ഹോസ്റ്റലിൽ ഇട്ടുമ്പോൾ കണ്ട ഡ്രസ്സൊക്കെ വേണമല്ലോ. അങ്ങനെ ഒരു ടീഷർട്ടും പിന്നെ ഞാൻ 2 ഷോർട്സ് മേടിച്ചു ഗൈസ്. നിങ്ങൾ അത് കാണണം. പിങ്ക് ഷോർട്സ് വിത്ത് പച്ചവള്ളി. പിന്നെ പറഞ്ഞാൽ ബ്ലാക്ക്. നല്ല സോഫ്റ്റാണ്. സോഫ്റ്റുള്ള എന്ത് സാധനം നമുക്ക് ഇഷ്ടപ്പെടും. അത് നമ്മുടെ ഒരു പണ്ട് തൊട്ടുള്ള ശീലമാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ബാഗാണ് ഗൈസ്. നിങ്ങൾക്ക് ബാഗ്. ഞാൻ അങ്ങനെ പൊതുവെ ബാഗൊന്നും യൂസ് ചെയ്യാറില്ല. പക്ഷെ എനിക്ക് ആദ്യമായിട്ട് എൻ്റെ സ്വന്തമായിട്ടുള്ള ബാഗാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയില്ലേ ഉണ്ട്, എനിക്കറിയാം. പിന്നെ അമ്മക്ക് വേണ്ടി ഒരു ബാഗ് മേടിച്ചു. ഇതാണ് ബാഗ്. നല്ല ഒരു എന്താ പറയുക, കാഷ്വലൊക്കെ ഇട്ടുള്ള വെരി പ്രിറ്റി സിമ്പിൾ ഒക്കെ ഇട്ടുള്ള ഇത്. അങ്ങനെ നമ്മൾ ഡ്രസ്സിൻ്റെ ബാഗിൻ്റെ കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവം. നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല, ഞാൻ ഒരു മാല അഡിക്റ്റാണ്. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ കുറേ മാലയുണ്ട്. പക്ഷെ എത്ര മേടിച്ചാലും എനിക്ക് മതിയാവാറില്ല. പിന്നെ ഇതാണ് ആദ്യത്തെ മാല. കാണുന്നുണ്ട്? ഇതാണ് ആദ്യത്തെ മാല. റോസ് ഗോൾഡിൻ്റെ മാലയാണിത്. ഇതിലൊരെണ്ണം സ്റ്റാറും ഒരു ഈവൾ വഴിയാണ്. ഇതിൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരും. നല്ല ഭംഗിയാണ്, പ്രിറ്റി മാലകൾ. പിന്നെ അടുത്തത് മേടിച്ചത് ഞാൻ ചേച്ചിനെ കൊണ്ട് കുറേ മാല മേടിപ്പിച്ച്. അതാണ് സത്യത്തിൽ സംഭവിച്ചത്. പിന്നെ ഉള്ളത് ഈ മാലയാണ് ഗൈസ്. ഇതൊരു സ്ക്വയർ ഷേപ്പിൽ നല്ലൊരു പെൻഡന്റ്. നല്ല ഭംഗിയുണ്ട്. നല്ല ഈ ഇവിടെയൊക്കെ സാധാ ചെയിൻ പോലെയല്ല, ഇങ്ങനെ മുത്തു പോലത്തെ ചെയിനൊക്കെ ഇട്ട് സിമ്പിളാണ്. പക്ഷേ നല്ല ഭംഗി, ക്ലാസ് ലുക്കൊക്കെ ഉള്ള പോലത്തെ. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയുമെന്നറിയില്ല, എൻ്റെ കയ്യിലൊരു 15 മാലയിൽ സ്റ്റാർ ബേസ്ഡ് ആയിരിക്കും. എനിക്ക് കുറേ മാലകളിൽ മിക്കതും സ്റ്റാർ മാലകളാണ്. അങ്ങനെ സ്റ്റാർ മാലകളുടെ കളക്ഷനിൽ അടുത്തൊരു മാല കൂടെ. ഇതാണ് ആ സ്റ്റാർ മാല. എനിക്ക് ഇനിയും എടുക്കൂല, ഞാൻ ഇനിയും വേണമെങ്കിൽ സ്റ്റാർ മാല മേടിക്കും. അതാണ് അതിൻ്റെതായ ഒരു പ്രത്യേകത. ആ മാല. പിന്നെ പിന്നെ 2 മോതിരം മേടിച്ചു ഗൈസ്. ഞാൻ ഇട്ട് ഇത് പ്രിറ്റി മോതിരം. ഇതിനകത്ത് ഇങ്ങനെ തൂപ്പൊക്കെ നീളമുണ്ട്. പിന്നെ ഇത് സ്റ്റാർ ഫിഷ് ആണ് ഗൈസ്. ഇത് പ്രിറ്റിയല്ലേ, എനിക്കറിയാം. പിന്നെ
ചേച്ചി മേടിച്ചതാണിത്. ഒരു ഹണിബീയുടെ മോതിരമാണ്, ക്യൂട്ടല്ലേ. ഇതും ഈ മോതിരമൊക്കെ കൂടെ ഒരുമിച്ചാണ് മേടിച്ചത്. പിന്നെ ചേച്ചിക്ക് കമ്മലിനോട്, എനിക്ക് മാലേനോടാണ് ക്രേസ് എങ്കിൽ ചേച്ചിക്ക് കമ്മലിനോടൊക്കെയാണ് ക്രേസ്. അങ്ങനെ ഇയാൾ മേടിച്ച കമ്മലാണ് ഇത്. നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം വെയിറ്റ് ഉണ്ട് സാധനത്തിന്, പക്ഷെ അത്ര വെയിറ്റ് ഇല്ല, കൊള്ളാം. അത് നമുക്ക് അടിച്ചു മാറ്റാനുള്ള ലിസ്റ്റിൽ ഇടാം. പിന്നെ അടുത്ത സംഭവം അതേപോലത്തെ തന്നെ അടുത്ത കമ്മൽ. ഇത് എനിക്ക് ഭയങ്കര വലുതാവും ഇടുമ്പോൾ. ആ സ്ഥിതിക്ക് ഞാൻ ഇത് അടിച്ചു മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്ലീസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതാണ് സംഭവം. പിന്നെ നിങ്ങൾ ഇത്ര നേരം ശ്രദ്ധിച്ചെന്നറിയില്ല, ഇതാണ് സംഭവം. എവിടെ കാണുന്നുണ്ടോ? ഇത് കണ്ട. അപ്പൊ അതിന്റെ കൂടെ ഉള്ളതാണ് ഇത്. ഇതിന്റെ ഒരു സെറ്റാണ് ഇത്. എനിക്ക് തോന്നാണ് 10 എന്തോ സെറ്റാണ് സംഭവം. നല്ല രസമുണ്ട് ഓരോന്നിന്റെ കാണാൻ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചത്, ഈ സെറ്റിന്റെ ഫോട്ടോ. സെറ്റ് എൻ്റെ കയ്യിലില്ല, ഞാൻ എടുത്തന്നെ മുന്നില്ല. പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടുവരിക്കറിയാം, എൻ്റെ ചേച്ചി ഒരു കമ്മലിന്റെ കടയിൽ കയറിയിട്ട് ഭയങ്കര എന്താണ് വില കുറഞ്ഞ ക്യൂട്ടായ സിമ്പിളായ ഒരു കമ്മൽ കുറെ നേരം ഞങ്ങൾ അവിടെ തപ്പി. അങ്ങനെ തപ്പി കിട്ടിയ കമ്മലാണ് നമുക്ക് ഈ കമ്മൽ. ചേച്ചിയുടെ എല്ലാ ഡിമാൻഡ്സും യോജിക്കുന്ന ഒരു കമ്മൽ കിട്ടി കൈസ് നമുക്ക്. അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കുമ്പശ്ശേരിക്ക് പോയിട്ട് ഞാൻ മേടിച്ചത്. ഞാൻ എൻ്റെ ചേച്ചിനെ ചെറിയ രീതിക്ക് മുടിപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. അങ്ങനെ കിട്ടിയ അവസരം അമ്മ മുതലാക്കണമല്ലോ, അതാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ മുതലാക്കി എനിക്ക് സന്തോഷമായി. അപ്പം ഞാൻ ഈ ഹോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നൈസ്. ബൈ.